പോയിന്റ് ടേബിൾ എങ്ങനെയാ? 18, 16, 7, 2 അല്ലേ? ഓ കാസ്ട്രോ 2. കാസ്ട്രോ ഒരു DNF ആക്കണം, അടുത്ത കളി ജയിക്കുകയും വേണം, എന്നാലേ നടക്കുള്ളൂ. ഡോൺ ബ്രോക്ക് 28 വയസ്സുള്ള 28. പുള്ളിക്ക് 28 വയസ്സ് 20 വർഷം മുമ്പ്. നമ്മൾക്ക് ഇതൊക്കെ ഇവിടെ സംസാരിക്കണോ? ഇല്ലായിട്ട് എന്തെങ്കിലും പറയാന്ന്. മൈൻഡ് സെറ്റ് വെച്ച് ഒരു 40 വയസ്സുള്ള ഒരാൾ ബിഹേവ് ചെയ്യണ പോലല്ല. ബ്രോ ഞാൻ പോയിന്റ് ടേബിളിൽ 2ാമത്. നോക്ക് നീയൊക്കെ അവന്റെ വായിന്ന് എനിക്ക് കേൾക്കാൻ വേണ്ടിട്ടാണ് നീയൊക്കെ ആക്കുന്നത്. എനിക്ക് നല്ല പോലെ അറിയാം. ഞാൻ ഒന്ന് ജയിച്ചിട്ട് ഞാൻ ഒന്ന് എൻജോയ് പോലും ചെയ്തില്ല. വെയിറ്റ് പറയാൻ നിങ്ങൾക്ക് ടൈം വരും. നീയും കൂടെ പാടാ പന്ന കഴിവേറി. കളി ജയിച്ചിട്ട് നീ വണ്ടി ഓടിച്ച് എവിടെ പോണ? വീട്ടിൽ പോണ? അല്ല കളി ജയിച്ചിട്ടും പോയിന്റ് ടേബിളിൽ തോറ്റുപോയി. പെണ്ണി കണ്ടില്ലല്ലേ ഇതാ വെറ്റി ഇതെന്തിരി കാണുന്നുണ്ടോ? കണ്ണു കാണാം. കാസ്ട്രോ ജയിച്ചത്, ഈകള് നീ 3ാമത്. കാസ്ട്രോ ഫസ്റ്റ്, മൂഞ്ച് സെക്കൻഡ്, തേർഡ് ഞാൻ. അപ്പൊ ലാപ്പ് തീർക്കണമല്ലേ ജയിക്കണേ? 3ാമത്. ഫസ്റ്റ് കയറുന്ന ആൾക്ക് 3 പോയിന്റ്, സെക്കൻഡ് കയറുന്ന ആൾക്ക് 2 പോയിന്റ്, കളിയിൽ DNF ആയി കഴിഞ്ഞാൽ ഓരോ പോയിന്റ് കുറയും. PO കണ്ടോണ്ടിരിക്കുക ഇത്രയും നേരം. കൊള്ളാം. ഇതൊരു പിഴച്ച വണ്ടിയാണേ. ഇത് മറ്റേ ഓൺ ചെയ്തല്ലേ? കാസ്ട്രോടെ ചാറ്റില്ലേ ഈഗിള് തട്ടുമ്പോ തിരിച്ചു തട്ടണമെന്ന്. ഞാൻ കാസ്ട്രോയെ അറിഞ്ഞോണ്ട് ഇടിച്ചിടാറില്ല ബ്രോ. എന്തിനു കൊണ്ടാണ് നീ ഈ ചാറ്റിൽ ഒന്നും കിട്ടാത്തോണ്ടേ തെരഞ്ഞ അവിടെ പോയി കാസ്ട്രോന്റെ ചാറ്റി. അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിക്കൂലേ വണ്ടി? അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിക്കൂല. ഇവിടെ നെഗറ്റീവ് ഒന്നും കിട്ടാത്തോണ്ട് എല്ലാവരും നെഗറ്റീവ് പറഞ്ഞവനൊക്കെ ടൈം ഔട്ട് എടുത്തിട്ട്, അതുകൊണ്ട് നെഗറ്റീവ് പറയാൻ ഇനി ആരില്ല. അതുകൊണ്ട് അവിടെ തപ്പിപ്പോയി കാസ്ട്രോന്റെ അവിടെ. എല്ലാരെയും വണ്ടി സാധാരണ ഗതിയിരിക്കും, പക്ഷെ ഡീമൻ വന്ന് അങ്ങനല്ല. കണ്ടുപിടിക്കാൻ പറ്റില്ല. അവാർഡ് കണ്ടുപിടിക്കും. കാസ്ട്രോ വളഞ്ഞു വരുമ്പോഴൊക്കെ ഞാൻ ഇടിക്കാറുണ്ട്. അല്ല കാസ്ട്രോ ടാർഗറ്റ് ചെയ്ത് ഇടിക്കാറില്ലേ? അങ്ങനെ ഇടിക്കുന്നത് ഗോകുലും ടീമിനെ മാത്രമേ ഉള്ളൂ. ഇത് തീർന്ന 17 കിലോമീറ്റർ ഉള്ളൂ. 17 കിലോമീറ്റർ ഉള്ളൂ. കോച്ചില്ലേ ഇത് കളിക്കാൻ? സ്റ്റിയറിംഗ് വീൽ ഇല്ലേ അങ്ങർക്ക്? അങ്ങനെ പറ്റിയ ഏത് ടൂർണമെന്റ്? പുള്ളി നീ ഇവിടെ അല്ലേ? പുള്ളി വീണ്ടും പബ്ജി ഗ്ലോബല് ഇതായി ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് കളിക്കാൻ പോവാ. അറിയണ്ടതൊന്നും. ഒരു FPS പ്ലെയർ ആണ് പോലും. ഞാൻ ഒരു ഊമ്പനാണ്, ഞാൻ മനസ്സിലാക്കി. എത്ര പേര്? ഞാൻ ഇപ്പൊ ഡയമണ്ട് ആണ്. ഇത് ജോക്കി ലൈഫ് ജോക്കിയെ കളിയാക്കിയടാ. ജോക്കിയുടെ ഡിപ്രഷനില്ല. എന്റെ റാങ്ക് ജോക്കിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഡയമണ്ട്. ലൈവില് ഒന്നും പറഞ്ഞല്ലേ ഇത്? ഓ ജോക്കി പിങ്ക് പ്രിൻസസ് ആണ് അന്ന്. എന്തിനു പറ്റി? ആരെ തള്ളക്ക് വിളിക്കാറ് ഞാൻ? ഇത്തരം ഞാൻ എന്നും അടിയാ. നമ്മളെ ഭാര്യയും ഭർത്താവും പോലെയാണ്. നിങ്ങൾ എന്നാ കുണ്ണയെ കാണിച്ച അപ്പൊ പിത്തളി തിരിച്ച കുണ്ണ? നീ എന്നാ കുണ്ണയെ കാണിച്ച കുണ്ണ? എന്താ ആയിപ്പോ എനിക്ക്. എടാ അത് നേരെ കേക്കാത്തോണ്ടാ. കണ്ണാന്നാ വിളിക്കണ ഞാൻ. ആണല്ലേ? നിന്നെ പിഴച്ച അതാ ഇത്ര എന്നെ തിരിച്ചു ഇപ്പൊ കണ്ണാന്നാ വിളിക്കണേ. പോഹ കത്തിച്ചു വെച്ചിരിക്കുക എന്തിനാണ്? അതികൂടെ കാരണം അത് പോയാ തിരിച്ചടക്കൊണ്ടിടും. അത് കൊള്ളാം. ഇപ്പൊ ഇവിടത്തെ കിടിലങ്ങൾ ആരൊക്കെയാണ്? ഡീമൻ, ഈഗിള്, ഗോക്കു, പിന്നെ കാസ്ട്രോ. പേര് നോട്ട് ചെയ്ത് വെക്കണം. എനിക്ക് ഒന്ന് തൊലച്ച് കളയാനുള്ളതാണ്. മനസ്സിലായ? ഇന്നീ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാ ഇനി അടുത്ത സമയത്തൊന്നും കാണത്തില്ല. സ്റ്റിയറിംഗ് വീൽ മേടിക്കണം, കീബോർഡ് വന്നാലും ഞങ്ങൾ തോപ്പിച്ചു എന്നിട്ട് കീബോർഡ് തോപ്പിച്ചിരുന്ന കീബോർഡ് അല്ലേ? വേണ്ട, ഞാൻ ഡോക്ടർ യൂസ് സ്റ്റിയറിംഗ് വീൽ ഇട്ടും പോരാ. കീബോർഡ് കളിക്കാൻ കുറച്ചും കൂടി പാടാ. മറ്റേ കൺട്രോളർ മേടിച്ചാ അതാണ് കുറച്ചും കൂടി എളുപ്പം. വേണ്ട ഇത് ഞാൻ അന്നേ വാങ്ങിക്കണം എന്ന് വെച്ചാണ്. പിന്നെ ഇവൻ കളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ തട്ടി ഷെൽഫിൽ കയറ്റി വെക്കുന്നതാണ് വിചാരിച്ചു. ഒരു മാസം കഴിഞ്ഞ്. പക്ഷെ ഇത്രയും കളിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. തന്നല്ലേ മാത്രമേ ഉള്ളൂ ഇവിടെ റൈസ് ഉള്ളത്.
ഈകളും കോക്കും ആണ് മെയിൻ. അല്ലേ ഇപ്പൊ വിളിച്ചോണ്ട് പോകാ വീട്ടിലേക്ക് ചാരില്ല. എടാ നിന്റെ വല്ല സ്റ്റിയറിംഗ് കൊടുക്കാണ്ട് കുറേ ഈകളെ ഞാൻ വാങ്ങിക്കാം. നിന്റെ 10-20 സ്റ്റിയറിംഗ് വീൽ എന്തിനും എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ കയ്യില്. ഇല്ല എനിക്കുള്ള എന്റെ എല്ലാം ഞാൻ വിനീതിന് ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുത്ത്. ഡോൺ ചേട്ടാ നല്ലത് ഏതുണ്ട് മേടിക്കാൻ? ലോജിടെക് മതി ബ്രോ. ഇവിടെ ഉണ്ടല്ലോ മോശമൊക്കെ സ്റ്റോക്ക് വന്നല്ലോ. അവിടെ സ്റ്റീവുണ്ട് സ്റ്റീവ് തോന്നുന്നു സ്റ്റീവ് കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു കേട്ട് അറിഞ്ഞൂടാ. പുതിയത് എടുക്കാന്ന് അവിടെ എന്താ നോക്കട്ടെ, ലോക്ടൊക്കെ ഉണ്ടാ നോക്കട്ടെ. എന്തൊക്കെ എടുക്കണം? സ്റ്റിയറിംഗും ഇത് പാക്കേജ് ആയിട്ടാണ് പറഞ്ഞത്. R5 സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. വയ്ക്കണം എല്ലാം കൂടെ അല്ലേ? സ്റ്റിയറിംഗും ക്ലച്ചും പെട്ടെന്ന് കളിച്ച് പഠിക്കാൻ പറ്റൂടെ ഇത്? എല്ലാ ദിവസവും കളിക്കുകയാണെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. നല്ല ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ ഇച്ചിരി പാടാ, ഇപ്പോഴേ പറയാം. ആ മൈൻഡ് സെറ്റിൽ എടുത്താൽ മതി. കൊച്ചിറക്കാടാ പോടാ. ഇല്ല ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ ഇതിനൊന്നും ഞാൻ റിപ്ലൈ പോലും പറയത്തില്ല. ഇതിനൊന്നും ഇതിനൊക്കെ ഇവിടെ വന്നിരുന്ന് തൂറുമ്പോ കട്ട് ചെയ്ത് ഷോർട്സ് ആക്കി ഇടണമെന്ന്. വരേണ്ടി വരി. ജോക്കി നമുക്കൊന്ന് ഇറങ്ങി പിള്ളേരെ കെട്ടിയിട്ടാലോ? ജോക്കി 2 ദിവസത്തിൽ നിർത്തി. ജോക്കി നടുവേദന ജോക്കി ജോക്കി അവിടെ അത് മേടിച്ച് വെച്ചേക്കൂല്ലേ ജോക്കി ആ സ്റ്റാൻഡ്. ഞാൻ വന്നിട്ട് സ്ട്രീം ചെയ്ത എന്ത് എനിക്ക് എത്ര രൂപ തരും? എത്ര രൂപ ഓൺ സ്പോട്ട് തരാം. 15 ഞാൻ വരാടാ. അങ്ങനെയല്ല, ഒരു 15 ഞാൻ വരാടാ കൂടെ. ചാറ്റിൽ എന്നെ പച്ചക്ക് തള്ളി ഒന്ന് തയ്ച്ചു വെച്ചോ. ജോക്കി കളിച്ചിരുന്ന സമയത്ത് കിടിലായിരുന്നാ ജോക്കി? ഒരു വളവ് മിസ്സായ ജോക്കി അപ്പൊ എക്സിറ്റ് അടിക്കും. 2 മൈൽ അടിക്കും, ആക്സിഡന്റ് അടിക്കും. ഇത്തഭിപ്രായമാണ്. സ്റ്റീവിന് കളി പഠിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കളിക്കാതിരിക്കാൻ നല്ലത്. അവൻ പെട്ടെന്ന് എല്ലാം സെറ്റ് ആവണേണ് അവന്. സ്റ്റീവ് ഓടിക്കുമായിരുന്നു. കുഴപ്പമില്ല, സ്റ്റേബിൾ ഇല്ലാത്തോണ്ടവൻ. അവൻ നല്ലവരും അടിക്കുക സ്റ്റീവ്. സ്റ്റാൻഡ് ഇല്ലാത്തതിന്റെ ഒരു സ്റ്റാൻഡ് എത്ര കോടി രൂപയാണ്? സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ 10,000. അതാണ് മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന സാധനം, മറ്റേ കമ്പിയും ഇതൊക്കെ വെച്ചിട്ട് കോക്പിറ്റ് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റാൻഡ്. കസേര വരും അതില്? ഇല്ല അത് ഉള്ളതാണെങ്കിൽ അല്ലേ നമ്മളുള്ള ഞങ്ങളൊക്കെ ടേബിളിൽ കുത്തി വെച്ചിട്ടാ കളിക്കുന്ന ബ്രോ. ആ അതാരാ നമ്മള്? ഡോൺ ബ്രോ ആണോ? മനസ്സിലായി, ശബ്ദം മനസ്സിലായില്ല, അതാ ചോദിച്ചേ. സെറ്റ്. ഡോൺ ബ്രോ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രം ആണോ? ഞാൻ ട്രിവാൻഡ്രത്താണ്, നാട്ടില് അബുദാബി. ഓ സെറ്റ്. സോറി ഞാൻ അങ്ങനെ ചോദിച്ചില്ല, ശരിക്കും ശബ്ദം മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് ചോദിച്ചാണ് കേട്ടാ. എന്താ ബ്രോ? ഞാൻ ചവിട്ടിക്കിട്ട് ഈ ഫ്രണ്ടിൽ പോണ ഇതാരും അവനെ അടിച്ച് കാര്യം. എന്നോട് കൊണ്ടുവിടാം. ഞാനേ എങ്ങനെയാണ് പോണത്? ഇത് കൂട്ടിച്ച് കൊണ്ടുപോകണല്ലേ? ഈകളെ ഇവനടിച്ച് കാര്യങ്ങളാ. ഡീമൺ അല്ല എങ്ങനെയാണ് ഇടിക്കാൻ ഓർത്തേക്കുന്നത്? എങ്ങനെയാണ് പോയി? ഇതില് നീ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാനുണ്ടോ ഈ വളം എടുക്കാൻ? അതെന്തുവാണ്? കയ്യിൽ ഹാൻഡ് ബ്രേക്ക് പോലെ ഉണ്ടോ അതോ വേറെ വല്ലതും? ഇങ്ങോട്ട് 4000 രൂപ. വെയിറ്റ് ചെയ്യാ, ഞാൻ വരാം. ചെലവാണ് ഇതിലോട്ട് ഇറങ്ങിയ വേണ്ട. മെന്നി ബ്രോ ലോജിടെക്കിന്റെ എടുത്താൽ മതി. അതാകുമ്പോ അതിന്റെ ആവശ്യമുള്ളൂ. Still not the time. Still ഇന്ന് വിലംബ്രോ വിളിച്ച വിലംബ്രോ പറഞ്ഞിരിക്കുന്നു വണ്ടി ഓടിക്കാൻ. it's not the right time. പുള്ളി കിട്ടിയ സ്റ്റിയറിംഗ് കിട്ടിയ പുള്ളിക്ക്. Still ആയിട്ടില്ല. കഷ്ടപ്പെട്ട് നേടിയ എന്റെ എല്ലാം കിട്ടണ്ടായിരുന്നു. അയ്യോ